विश्वं दर्पणदृश्यमाननगरे तुल्यं निजान्तर्गतं पश्यन्नात्मनि मायया बहिरिवोद्भूतं यथा निद्रया यत् साक्षात् कुरुते प्रबोधसमये स्वात्मानमेवाद्वयं तस्मै श्रीगुरुमूर्तये नमः इदं श्रीदक्षिणामूर्तये विश्वं दर्पणदृश्यमाननगरे तुल्यं निजान्तर्गतं पश्यन्नात्मनि मायया बहिरिवोद्भूतं यथा निद्रया यत् साक्षात् कुरुते प्रबोधसमये स्वात्मानमेवाद्वयं तस्मै श्रीगुरुमूर्तये नमः इदं श्रीदक्षिणामूर्तये ശ്രീ ശങ്കരാചാര്യ രചിച്ച ശ്രീ ദക്ഷിണാമൂർത്തി സ്തോത്രമാണ് ഇന്ന് ആരംഭിക്കുന്നത്. ദക്ഷിണാമൂർത്തി എല്ലാ ലോകരുടെയും ഗുരുവെന്നും അതുപോലെ തന്നെ സകല വിദ്യകളുടെയും അധിഷ്ഠാന ദേവതയെന്നും സങ്കല്പിക്കപ്പെടുന്നു. അദ്ദേഹം പുഞ്ചിരിച്ച മുഖം, അതുപോലെ തന്നെ അതിമനോഹരമായി മിന്നിത്തിളങ്ങുന്ന മുഖം, അതുപോലെ അനേകം മന്മഥന്മാർ ഒന്നിച്ചു ചേർന്നുള്ളതുകൊണ്ടുള്ള സൗന്ദര്യം, അല്പം ചുമന്ന ജടാമകുടത്തിൽ ഒരു ചന്ദ്രക്കല, ഇതൊക്കെ അണിഞ്ഞ ആ ദിവ്യമൂർത്തി മനുഷ്യരുടെ ജനനമരണ രൂപമായ സംസാര ദുഃഖത്തെ പൂർണ്ണ വേരോടെ നശിപ്പിക്കുവാൻ കെൽപ്പുള്ള ആ പരദേവത താൻ തന്നെ സൃഷ്ടിച്ച മനസ്സിനുള്ളിൽ തിളങ്ങുന്ന പ്രപഞ്ചത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ ശ്രീ പരമേശ്വരനെയാണ് ദക്ഷിണാമൂർത്തിയായി സങ്കല്പിക്കുന്നത്. അതാണ് ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ എന്ന്. അതുകൊണ്ട് ശങ്കരാചാര്യർ ആ ദക്ഷിണാമൂർത്തിയെ വേദാന്ത തത്വങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സ്തുതിക്കുകയാണ്. അതാണ് ആദ്യത്തെ പദ്യം. വിശ്വം ദർപ്പണദൃശ്യമാന സദൃശം നിജാന്തർഗതം പശ്യൻ ആത്മനിമായ ബഹിർവോദ്ഭൂതം യഥാനിദ്രയാ യസാക്ഷാത് കുരുതേ പ്രബോധസമയേ സ്വാത്മാനമേവാദ്വയം തസ്മൈ ശ്രീ ഗുരുമൂർത്തയെ നമൈദം ശ്രീദക്ഷിണാമൂർത്തയെ. ഇതാണ് ആദ്യത്തെ പദ്യമാണ്. സാധാരണ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നാം പുറമെ കാണുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് പുറമേ ഉള്ളതല്ല, തൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. തൻ്റെ ഉള്ളിൽ ഉള്ളതായ ആ പ്രപഞ്ചമാണ് പുറമേ നമുക്ക് പ്രകാശിക്കുന്നത് ഈ മായ കൊണ്ട്. സാധാരണ നിദ്രയിൽ ഉറക്കത്തിനിടയിലുണ്ടാകുന്ന സ്വപ്നത്തിൽ നാം പല പദാർത്ഥങ്ങളും കാണുന്നുണ്ട്. ആനയും കുതിരയും തേരും കാടും മേടും നദികളും ഒക്കെ നാം കാണുന്നുണ്ട്. അതെവിടത്തേതാണ്? അത് തൻ്റെ ഉള്ളിൽ തന്നെയുള്ള താൻ മനസ്സിൽ സൃഷ്ടിച്ചതായ ആ വസ്തുക്കളാണ്. പക്ഷേ നാം കാണുന്നത് പുറമേ ഉള്ളതുപോലെയാണ്. പുറമേ നാം ആനയെ കാണുന്നു, പുഴ ഒഴുകുന്നു, പർവ്വതങ്ങളുണ്ട്, കാടും മേടും നിറഞ്ഞ വരികയാണ് എന്നൊക്കെ നാം പറയാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അത് നമ്മുടെ മനസ്സിലാണ്. കാരണം ആ സ്വപ്നാവസ്ഥയിൽ പുറമേയുള്ള ഒരു ഇന്ദ്രിയവും പ്രവർത്തിക്കുന്നില്ല, മനസ്സ് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ആ നിദ്രയ്ക്കിടയിൽ കാണുന്ന സ്വപ്നത്തിലെ പദാർത്ഥങ്ങൾ നാം പുറമേ കാണുന്നത് യഥാർത്ഥത്തിൽ തൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്, മനസ്സിൽ ഉള്ളിൽ സൃഷ്ടിച്ചതാണ്. അതാണ് ആ വസ്തുക്കളെ നാം കാണുന്നത്. അതുപോലെയാണ് മായ കൊണ്ട് തൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതായ വസ്തുവിനെ നാം പുറമേ കാണുകയാണ്. അത് ദർപ്പണ ദൃശ്യമാണ് നഗരീ തുല്യം എന്നാണ്. ദർപ്പണം വെച്ചാൽ കണ്ണാടി. കണ്ണാടിക്കകത്ത് കാണുന്നതായ നഗരം പോലെയുള്ളതാണ് ഈ പ്രപഞ്ചം. യഥാർത്ഥത്തിൽ കണ്ണാടിക്കുള്ളിലല്ല ഇരിക്കുന്നത്, മറ്റു സ്ഥലത്താണ്. അതുപോലെയാണ് ഈ പ്രപഞ്ചവും. നിജാന്തർഗതം വിശ്വം, തൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നതായ പ്രപഞ്ചത്തെ, തൻ്റെ ആത്മാവിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന പ്രപഞ്ചത്തെ പശ്യന്നാണ്. എന്തുകൊണ്ട്? മായ കൊണ്ട് പുറമേ ഉണ്ടായതുപോലെ നാം കാണുന്നു. നിദ്ര എങ്ങനെയാണോ പുറമേ ഉള്ളിലെ വസ്തുക്കളെ പുറമേ ഉള്ളതായിട്ട് നാം കഴിയുന്നത്, അതുപോലെ അതിനുശേഷം അങ്ങനെ ഉറക്കത്തെ നിദ്രയായി മായ കൊണ്ട് മൂടി
പലതും നാം കാണുന്നു. അതിമനോഹരമായ പ്രപഞ്ചം ചിലപ്പോൾ അതിഘോരമായിരിക്കും, ചിലപ്പോൾ മനോഹരമായിരിക്കും, ചിലപ്പോൾ വളരെ മലീമസമായിരിക്കും പ്രപഞ്ചം അങ്ങനെയുള്ളതാണ്. അങ്ങനെയുള്ള വസ്തു യഥാർത്ഥത്തിൽ വസ്തു പുറമേ ഉള്ളതല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. മായ കൊണ്ട് അത് പുറമേ ഉള്ളതുപോലെ തോന്നുകയാണ്. അങ്ങനെയുള്ളതായ ആ പരമാത്മാവ് ഒടുവിൽ പ്രബോധസമയേ, പ്രബോധം വെച്ചാൽ ഉറക്കം വരിക എന്നാണ്. ഇവിടെ പ്രബോധം എന്ന് വെച്ചാൽ സാക്ഷാത്കാരമാണ്. യഥാർത്ഥം മനസ്സിലാക്കി താൻ തന്നെയാണ് ആത്മാവ്, ഞാൻ തന്നെയാണ് ആ പരമാത്മാവ് എന്നുള്ളതായ അനുഭൂതിയാണ് ആ പ്രബോധം. ആ പ്രബോധ സമയത്തിൽ തന്നെ തന്നെയാണ് കാണുന്നത്, മറ്റാരെയുമല്ല. സ്വാത്മാനമേവ അദ്വയം, തന്നെ തന്നെ അദ്വയനായ ഏകനായ മറ്റൊന്നുമില്ലാത്തതായ ആത്മാവിനെ തന്നെ സാക്ഷാത്കരിക്കുകയാണ്. അതാണ് യസ് സാക്ഷാത്കുര്യതേ പ്രബോധസമയേ സ്വാത്മാനമേവ അദ്വയം. സ്വാത്മാവിനെ തന്നെ, തൻ്റെ ആത്മാവിനെ തന്നെയാണ്, അദ്വൈതനായ ആത്മാവിനെ തന്നെയാണ് ആ പ്രബോധ സമയത്തിൽ ആ അഹം ബ്രഹ്മാസ്മിയുടെ അനുഭൂതിയിൽ കാണുന്നത്. അപ്പോൾ അവിടെ ആരേ ഉള്ളൂ സാക്ഷാത്കരിക്കുന്നത്? ഞാൻ തന്നെയാണ്, ഞാനല്ല, മറ്റൊരു വസ്തുവില്ല. മറ്റൊരു വസ്തു ഉണ്ടെങ്കിലേ മറ്റൊന്നിനെ കാണുന്നു പറയാനിടയുള്ളൂ. അതല്ല, തന്നെ സാക്ഷാത്കരിക്കുകയാണ്. അങ്ങനെ ലോകഗുരുവായിട്ട് പരമാചാര്യനായി വിളങ്ങുന്നയാളാണ് ഈ ദക്ഷിണാമൂർത്തി. അങ്ങനെയുള്ള ദക്ഷിണാമൂർത്തിക്ക് നാം എപ്പോഴും നമസ്കരിച്ച് അത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നേടാൻ കഴിയണം. നാം എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താ? നമ്മുടെ സകല ദുഃഖങ്ങളും അകന്ന് ഈ ജന്മം സഫലമായി മോക്ഷം നേടണമെന്നാണ്. അതിന് മോക്ഷം നേടണമെങ്കിൽ ദക്ഷിണാമൂർത്തിയുടെ ഉപദേശം സ്വീകരിച്ചേ മതിയാകൂ. അദ്ദേഹം നമുക്കെല്ലാം ഉപദേശിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എപ്പോഴും ലോകത്തിൻ്റെ പരമാചാര്യനായി, സർവവിദ്യാനിധിയായി, അതുപോലെ തന്നെ സംസാരമാകുന്ന ജനന മരണരൂപമായ സംസാരമാകുന്ന ഈ കടൽ താണ്ടുന്നതിനുള്ളതായ നൗകയായി വർത്തിക്കുന്നയാളാണ്. അതാണ് ജനിമതി മരണച്ഛേദ ദക്ഷനാണ്. ജനനം മരണം എന്നുള്ളതായ ആ സംസാരത്തെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ കഴിയുള്ള ആളാണ്. അങ്ങനെയുള്ളതായ പരമാത്മാവിനെ, പരമാചാര്യനായ ഋഷി ദക്ഷിണാമൂർത്തിയെ നാം നമസ്കരിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടി വിദ്യ നേടി നാം മുക്തരായിത്തീരണം എന്നാണ് ആദ്യത്തെ ശ്ലോകമുള്ള ഭഗവത്പാദർ ബോധിപ്പിക്കുന്നത്.